ഹലോ, ഗുഡ് മോർണിംഗ്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷം ഞാൻ ഇതാ ഒരു വ്ളോഗുമായിട്ട് വന്നിട്ടുള്ളത്. ഒരു ഡേ ഇൻ മൈ ലൈഫ് പോലെ ഒരു വീഡിയോ. അപ്പോൾ കുറേ നാളെന്ന് പറഞ്ഞാൽ കുറേ നാളായി ഞാൻ വീഡിയോ ഒന്നും ചെയ്യാത്തത്. ചെയ്യാണ്ടാവുമ്പം പിന്നെ മടി വന്നിട്ടാണ് കേട്ടോ. വീഡിയോ എടുത്ത് വെച്ചതെല്ലാം ഉണ്ടായിന്, അത് എഡിറ്റ് ചെയ്യാനുള്ള മടി കാര്യങ്ങളെല്ലാം. അപ്പം ഞാൻ എന്തെല്ലാം ആണെന്ന് പറയുന്നുണ്ട്, അത് നിങ്ങൾ കാര്യമാക്കേണ്ട. ബാക്ക്ഗ്രൗണ്ടിൽ ഒരുപാട് സൗണ്ടുകൾ വന്നതുകൊണ്ടാണ് ഞാനത് മ്യൂട്ട് ചെയ്തിട്ട് ഇപ്പം വോയിസ് ഓവർ കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ ലാസ്റ്റ് ഇട്ടത് ബർത്ത്ഡേ വീഡിയോ ആണെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ ഞാൻ ഏതൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പ്രതിയാട്ടിന് സുഖമില്ലാണ്ട് ഹോസ്പിറ്റലായത് മുതൽ അത് മുതലേ പിന്നെ ഇങ്ങോട്ട് ഞാൻ വീഡിയോ ഒന്നും എടുത്തിട്ടുമില്ല. എന്തെല്ലോ തിരക്കും കാര്യങ്ങളും എല്ലാം ആയിട്ട് വീഡിയോ എടുക്കാനും പറ്റലില്ല. എഡിറ്റ് ചെയ്യാൻ പിന്നെ ഭയങ്കര മടിയായിപ്പോയി. ഗ്യാപ്പ് വന്നതുകൊണ്ട് തന്നെ ഭയങ്കര മടിയായിപ്പോയി. അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ ഒരാൾ ചോദിക്കാൻ തുടങ്ങി എന്താ വീഡിയോ ചെയ്യാത്തത്. ഒരാൾ പറഞ്ഞാൽ അങ്ങനെ നമ്മളെ കമൻറ്റ് വരുന്നതോ അങ്ങനെയൊന്നുമല്ല കേട്ടോ. എൻ്റെ ഫ്രണ്ട്സുക്കളും അറിയുന്നവർ, നീ എന്താ ഇപ്പം വീഡിയോ ചെയ്യാത്തത്, പിന്നെ അതിന് നമുക്ക് നോട്ടിഫിക്കേഷൻ വരാത്തത് കൊണ്ടാണോ എന്താ നീ വീഡിയോ ചെയ്യാത്തതെന്നെല്ലാം ചോദിക്കുന്നുണ്ട്. ആദ്യമെല്ലാം കുറച്ച് തിരക്കായതുകൊണ്ടാണ് വീഡിയോ ചെയ്യാത്തത്. ഇപ്പം സത്യം പറഞ്ഞാൽ മടിയായതുകൊണ്ടാണ് വീഡിയോ ചെയ്യാത്തത്. വീഡിയോ എടുക്കാനും പിന്നെ എഡിറ്റ് ചെയ്യാനും ഒന്നും ഒരു താല്പര്യമില്ല കേട്ടോ. പിന്നെ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ നമുക്ക് വ്ളോഗെല്ലാം ചെയ്ത് തുടങ്ങാമെന്ന് വിചാരിച്ചിട്ട് ഞാനൊരു ശനിയാഴ്ച ദിവസം എടുത്തൊരു വീഡിയോ ആണ് കേട്ടോ ഇത്. അപ്പോൾ രാവിലെ തന്നെ അടുക്കളയിൽ തിരക്കിട്ട പണിയാണ്. രാവിലെ ഇതാ എൻ്റെ നാട്ടിൽ ഇനി അരി പൊങ്ങിച്ചത് എന്ന് പറയും. നമ്മൾ പച്ചരി വേവിച്ചിട്ട് അതിൽ ഉള്ളിയും കടുകും എല്ലാം വറുത്തിട്ടിട്ടാക്കുന്നത്. പിന്നെ അതിൽ കാണുന്ന ഇല മറ്റേ നമ്മൾ ബിരിയാണി ഇല എന്നെല്ലാം പറയും. നല്ല സ്മെല്ലുണ്ടാവും, ബിരിയാണീൻ്റെ സ്മെല്ലുണ്ടാവും ആ ഇല ഇട്ട് കഴിഞ്ഞാൽ. അങ്ങനെ ഈടെ ചൊല്ലിയിൽ അത് നെയ്ച്ചോറ് എന്നാണ് കേട്ടോ പറയുക. അപ്പോൾ നെയ്ച്ചോറിൻ്റെ അരിയൊന്നല്ല, പച്ചരീനെ കൊണ്ടാണ് ആക്കുന്നത്. പക്ഷേ നെയ്ച്ചോറ് എന്നാണ് പറയുക. അങ്ങനെ പിന്നെ നെയ്ച്ചോറിനില്ലേ മുട്ടക്കറി അവിടെ ആക്കി വെച്ചിട്ടുണ്ട്. ഇത് പിന്നെ ഉച്ചക്കത്തേക്കില്ലേ പരിപ്പ് കറിയാണ് കേട്ടോ തിളച്ചുകൊണ്ടിരിക്കുന്നത്. പരിപ്പ് വെറുങ്ങനെ ഉള്ളിയും തക്കാളിയെല്ലാം ഇട്ടാക്കി അതിൽ കടുകെല്ലാം വറുത്തിട്ടാക്കുന്നതാണ്. പിന്നെ ഇതാ വറവിന് വേണ്ടിയിട്ട് ബീട്രൂട്ട് മുറിച്ചും വെച്ചിട്ടുണ്ട്. അങ്ങനെ ആ പരിപ്പ് കറിയെല്ലാം റെഡിയായി. അതിലേക്ക് കടുകെല്ലാം വറുത്തിട്ടു. ജിമ്മിന് പോകണം, അതിനുള്ള തിരക്കിലാണ് കേട്ടോ. അപ്പോൾ രാവിലെ എല്ലാം റെഡിയാക്കി വെച്ചിട്ട് പോയാൽ പിന്നെ വന്നു കഴിഞ്ഞാൽ വലിയ പണിയില്ലല്ലോ. പിന്നെ വന്നു കഴിഞ്ഞാൽ പിന്നെ ക്ഷീണമായിരിക്കും. അതുകൊണ്ട് തന്നെ വേഗത എല്ലാം ചോറും കറിയും വറവും എല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ ഇന്ന് പ്രതിയാട്ടിനും പണിയില്ല കേട്ടോ. മക്കളിതാ ലേറ്റായിട്ടാണ് എണീറ്റത്. അപ്പോൾ ദൈവൂട്ടിക്ക് ഇതാ ഭക്ഷണം കഴിക്കുന്ന കാര്യത്തിൽ ഭയങ്കര മടിയാണ്. അപ്പോൾ രാവിലെ തന്നെ ഭയങ്കര വാശിയിലാണ്, എനിക്കിത് വേണ്ടാന്നെല്ലാം പറഞ്ഞിട്ട്. പിന്നെ ഞാൻ എന്തെല്ലോ പറഞ്ഞിട്ട് ഇങ്ങനെ സമ്മതിപ്പിക്കുവാണ് കേട്ടോ. അപ്പം മതി എന്നെല്ലാം പറഞ്ഞിട്ട് ഇതാ വേഗം എടുത്തിട്ട് പോയിട്ടുണ്ട്. ഡൈനിങ് ടേബിളിലൊന്നും ആരും ഫുഡ് കഴിക്കൊന്നുമില്ല കേട്ടോ. എല്ലാവരും ഒന്നിക്കിൽ ഇറയത്ത് ഇരുന്ന് കഴിക്കും, ഇല്ലെങ്കിൽ ടി വിയും കണ്ടുകൊണ്ട് ഹാളിൽ നിന്ന് കഴിക്കും. പക്ഷെ ഇപ്പം കുറച്ച് ദിവസമായിട്ട് ഡൈനിങ് ടേബിളിൽ ഇരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. കാരണം ടി വി കേടാണ്. കുറേ ഇപ്പോൾ എനിക്കൊന്ന് 2 മാസമായിട്ടുണ്ടായിരിക്കും ടി വി കംപ്ലൈൻ്റ് ആയിട്ട്. അതുകൊണ്ട് ഇപ്പോൾ ടി വി കാണാൻ പറ്റില്ല. അതുകൊണ്ട് ഇപ്പം പിന്നെയും ഡൈനിങ് ടേബിളിൽ ഇരുന്നിട്ട് ഫുഡ് കഴിക്കാൻ തുടങ്ങി. അങ്ങനെ പിന്നെ ഞാനും വേഗം ഫുഡ് കഴിക്കാൻ വേണ്ടി നോക്കുകയാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നേരത്തെ കഴിക്കണം. ജിമ്മിന് പോകുന്നതിന് ഒരു 1.5 മണിക്കൂർ മുന്നേ എല്ലാം ഫുഡ് കഴിക്കണം. പക്ഷേ എങ്ങനെയും ഈ രാവിലത്തെ തിരക്കിൻ്റെ ഇടയിൽ ഫുഡ് കഴിക്കാൻ പറ്റൂല കേട്ടോ. എനിക്കാണെങ്കിൽ എൻ്റെ പണികളെല്ലാം കഴിഞ്ഞിട്ടാകുമ്പോൾ സമാധാനത്തിൽ ഇരുന്നിട്ട് ഫുഡ് കഴിക്കുന്നതാണ് ഇഷ്ടം. പിന്നെ ഇങ്ങനെ നമുക്ക് ഫോണെല്ലാം നോക്കിക്കൊണ്ട് അങ്ങനെ കഴിക്കുന്നതാണ് എനിക്കിഷ്ടം. പക്ഷേ എങ്ങനെ നടക്കില്ല നേരത്തെ കഴിക്കണം എന്ന് വിചാരിച്ചാൽ. ഇന്ന് പിന്നെയും കുറച്ച് നേരത്തെ ആയിട്ടുണ്ട് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ മക്കൾക്ക് സ്കൂളില്ലാത്തതുകൊണ്ട് കുറച്ച് തിരക്ക് കുറവാണല്ലോ രാവിലെ. ഇല്ലെങ്കിൽ പിന്നെ ഫുഡ് ഉണ്ടാക്കി വെച്ചു, അവർക്ക് ഫുഡ് കൊടുക്കണം. പിന്നെ ദേവൂട്ടീനെ തന്നെയാണ് മെയിനായിട്ട്. ദേവൂട്ടിനെ കുളിപ്പിക്കുക, പല്ലേപ്പിക്കുക, പിന്നെ റെഡിയാക്കുക, ഫുഡ് കഴിപ്പിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ പണി. നന്ദുവിനെ കൊണ്ട് പിന്നെ അങ്ങനത്തെ പ്രശ്നമില്ല. നന്ദു എണീറ്റ് രാവിലെ ഒന്ന് എനിക്ക് വീടിൻ്റെ അകവും പിന്നെ മിറ്റെല്ലാം അടിച്ച് സഹായിച്ച് തരും. എന്നിട്ടാകുമ്പോൾ നന്ദു പോയി കുളിച്ച് ഓളെ കാര്യങ്ങൾ ഓള് ചെയ്തോളും. പിന്നെ നന്ദുവിന് മുടി മാത്രം ഒന്ന് കെട്ടിക്കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ സ്കൂളിൽ പോകേണ്ട ദിവസം അങ്ങനെയാണ് എൻ്റെ തിരക്ക്. പിന്നെ അവരെ റെഡിയാക്കി വിട്ടപാട് എനക്കും പിന്നെ ഞാൻ വേഗം ഫുഡ് കഴിച്ചിട്ട് പിന്നെ നേരെ ജിമ്മിലേക്ക് പോകും കേട്ടോ. അങ്ങനെയാണ് ചെയ്യൽ. ഇന്നെന്തായാലും കുറച്ച് ടൈം കിട്ടിയതുകൊണ്ട് ഞാൻ സമാധാനത്തിൽ ഇരുന്ന് ഫുഡ് കഴിക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ പോകാൻ വേണ്ടി റെഡിയായി. അച്ഛനും മക്കളും പുറത്തെന്തോ തിരക്കിലാണ്. അപ്പോൾ പോവാൻ ബാഗെല്ലിട്ട് ഇറങ്ങിയവരാണ് കുങ്കുമം വെച്ചിട്ടില്ല എന്നുള്ള കാര്യം ഓർമ്മ വന്നത്. അങ്ങനെ ഓടിപ്പോയിട്ട് കുങ്കുമം വെച്ചു. കുങ്കുമം വെച്ചിട്ട് പോയാലും ജിമ്മിലെത്തിക്കഴിഞ്ഞാൽ ആകെ വേർത്ത് കുളിച്ച് അതെല്ലാം പോവും. എന്നാലും വെക്കാണ്ട് പോയാൽ എനിക്ക് എന്തോ ഒരു അസ്വസ്ഥതയാണ് കേട്ടോ. അങ്ങനെ പിന്നെ കുങ്കുമെല്ലാം വെച്ചിതാ ഷാളെല്ലാം ഇട്ടിട്ട് ഞാൻ പോവുകയാണ്. ബാഗെല്ലാം നേരത്തെ ഇട്ട് റെഡിയായിനെ. അന്നേരമാണ് ഇത് വെക്കാത്ത കാര്യം ഓർമ്മ വന്നത്. അങ്ങനെ ഇതാ നന്ദുവിനെ ഓരോ ചെറിയ പണികൾ ഏൽപ്പിച്ചിട്ട് ഞാൻ പോവുകയാണ് കേട്ടോ. ഞാൻ തുണി കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന്
മുറ്റത്ത് കൊണ്ടുപോയിട്ട് ആറിയിടണേന്ന് പറഞ്ഞിട്ടുണ്ട്. ആറിയിട് പറഞ്ഞാൽ പിരിച്ചിടണേന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിനെ. അങ്ങനെ പുറത്തേക്ക് ഇറങ്ങുമ്പോഴത്തേക്ക് ഇതാ പൃഥ്വിയേട്ടൻ മറ്റേ പണീൻ്റെ ഡ്രസ്സെല്ലാം എടുത്തിട്ടിട്ടുണ്ട്. ഈ മുകളിൽ നമ്മളെ വീട്ടിൻ്റെ സൈഡ് കണ്ട ആ മുകളിൽ ഇങ്ങനെ ഫുള്ള് ഭയങ്കരമായിട്ട് ഇങ്ങനെ കറുപ്പ് കളർ വരുന്നത്. അപ്പോൾ അതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്തിട്ട് കുറച്ച് പെയിൻ്റ് ഉണ്ട്, അത് അവിടെ അടിക്കാനില്ലേ പരിപാടിയിലാണ് പൃഥ്വിയേട്ടൻ. അപ്പോൾ ഞാനിതാ പൊടിയടിക്കുന്നതുകൊണ്ട് മാസ്കും തോർത്തും എല്ലാം കൊടുത്തിട്ടാണ് പോകുന്നത്. ദേവൂട്ടി ഇടുന്നിതാ ബലൂണ് തട്ടി കളിക്കുന്നുണ്ട്. അപ്പം അച്ഛൻ വീട്ടിലുള്ളതുകൊണ്ട് ദേവൂട്ടിക്ക് പ്രശ്നമൊന്നുമില്ല കേട്ടോ. അല്ലെങ്കിൽ പിന്നെ ദേവൂട്ടി ചിലപ്പം കുഴപ്പാക്കും, അമ്മ പോകുമ്പോൾ എന്നെയും കൂട്ടുക എന്നെല്ലാം പറഞ്ഞിട്ട്. അങ്ങനെ ജിമ്മിലെത്തി. പിന്നെ വാമപ്പെല്ലാം കഴിഞ്ഞു. ശനിയാഴ്ച ദിവസം നമുക്ക് പിന്നെ കാർഡിയോ വന്നു കേട്ടോ. ട്രെയിനർ ലീവായതുകൊണ്ട് തന്നെ നമ്മൾ സ്വയം ചെയ്യുവാണ് ഓരോ കാർഡിയോയിൽ. ഇങ്ങനെ ആൾ കുറവായിരുന്നു ശനിയാഴ്ച ദിവസം ആയതുകൊണ്ടാണോ എന്നറിയില്ല, ആൾ വളരെ കുറവായിരുന്നു. നമ്മളൊരു 5-6 ആളങ്ങനെ ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ നമ്മളിതാ ഇതെല്ലാം കഴിഞ്ഞു. എന്താന്ന് എന്നപ്പോൾ കാർഡിയോലും ചെയ്തു. കണ്ട ജിമ്മിൽ തീരെ ആളില്ല. ഇല്ലെങ്കിൽ രാവിലെ നല്ല ആളുണ്ടാവും. നമ്മളിങ്ങനെ മെഷീന് വേണ്ടി വെയിറ്റെല്ലാം ചെയ്ത് വെക്കേണ്ടി വരും ചില ദിവസങ്ങളിൽ, അങ്ങനെ ആളുണ്ടാവും. ശനിയാഴ്ച ആയതുകൊണ്ട്, ഞാൻ നേരത്തെ ഞായറാഴ്ച എന്നാണോ പറഞ്ഞിന് ഓർമ്മയില്ല കേട്ടോ. ശനിയാഴ്ച ആയതുകൊണ്ട് തന്നെ ആൾ കുറവായിരുന്നു. ഇതാ ഓരോരാൾ ഓരോ മൂലയ്ക്ക് ഇങ്ങനെ ഉണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മളെ വർക്കൗട്ടും കാര്യങ്ങളെല്ലാം കാർഡിയോ എല്ലാം കഴിഞ്ഞിട്ടാകുമ്പോൾ നമ്മളിരുന്ന് വർത്തമാനം പറയുന്നതാണ് കേട്ടോ. ഇതൊരു വേറെ തന്നെ ഒരു വൈബാണ്. നമ്മൾ എന്താണ് ജിമ്മിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് പുതിയ ഫ്രണ്ട്സിനെ കിട്ടി. പിന്നെ നമ്മളെ മൈൻഡേ മാറും. നമ്മളിങ്ങനെ വേറെ ഒന്നും ചിന്തിക്കൂല, നമ്മൾ വർക്കൗട്ടും കാര്യങ്ങളും ചെയ്യും. പിന്നെ അതിന് ശേഷം ഇങ്ങനെ നമ്മളെല്ലാവരുടെ വിശേഷങ്ങളും പറയും, കോമഡി കാര്യങ്ങളെല്ലാം പറഞ്ഞ് നല്ല രസമാണ് കേട്ടോ എന്തായാലും. അങ്ങനെ പിന്നെ അവിടെ നിന്ന് ഇതെല്ലാം കഴിഞ്ഞിട്ട് വീണ്ടും ഡ്രസ്സെല്ലാം മാറ്റിയിട്ട് ഇതാ വീട്ടിലേക്ക് പോകാൻ വേണ്ടി പോവുകയാണ്. ആകെ വേർത്ത് ഒരു കോലാവും. പിന്നെ ഡ്രസ്സെല്ലാം കൊണ്ട് പോകുന്നതുകൊണ്ട് അത് ചേഞ്ച് ചെയ്തിട്ട് ഇതാ പോകാൻ വേണ്ടിയിട്ട് നോക്കുവാണ്. അപ്പോൾ ജിമ്മിലിപ്പം ഓഫറെല്ലാം ഉണ്ട് കേട്ടോ. 3 മാസത്തേക്ക് ഒരുമിച്ച് പൈസ അടക്കുമ്പം നല്ല ഓഫറെല്ലാം ഉണ്ട്. അപ്പോൾ അതിലിടെ നോട്ടീസ് ബോർഡിൽ ഇട്ടിട്ടുണ്ട്, അതാണ് ഞാൻ കാണിച്ചത് കേട്ടോ. അങ്ങനെ പിന്നെ ഞാനിതാ വീട്ടിലെത്തിയിട്ടുണ്ട്. നല്ല വെയിലായിരുന്നു. അപ്പോൾ പോയി കഴിഞ്ഞിട്ടാകുമ്പോൾ കുറച്ചും കൂടെ പണിയെല്ലാം ഉണ്ട്. അങ്ങനെ എന്തെങ്കിലും വീട്ടിലേക്ക് പോകുമെന്ന്. പിന്നെ ട്യൂഷൻ ഉച്ചയ്ക്ക് ശേഷമാണ് കേട്ടോ അന്ന് വെച്ചിട്ടുണ്ടായത്. പിന്നെ ഒന്ന് നമ്മൾ വീട്ടിലേക്ക് പയ്യന്നൂർ പോകാനുള്ളൊരു പ്ലാനും ഉണ്ട്, പെട്ടെന്ന് തീരുമാനിച്ചതാണ്. അങ്ങനെ പിന്നെ വരുമ്പോഴത്തേക്ക് ഇതാ അമ്മ ഇടുന്ന് അടക്കി ഇരിക്കുന്നുണ്ടായിനെ. കുറച്ച് അടക്കിയേ ഉള്ളൂ, അത് അമ്മ അവിടെ ഇരുന്ന് ഇരിക്കുന്നുണ്ടായിന്. അപ്പോൾ ദേവൂട്ടി അമ്മമ്മക്ക് കൂട്ടായിട്ട് ഇതാ ചെറിയ ചെറിയ ഹെൽപ്പെല്ലാം ചെയ്തുകൊണ്ട് ദേവൂട്ടി ആടെ ഉണ്ട്. അതിൻ്റെ ഇടയിൽ ചളിയും മണ്ണെല്ലാം എടുത്തിട്ട് ദേവൂട്ടി കളിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതാ വീട്ടിലെത്തുമ്പോൾക്ക് പൃഥ്വിയേട്ടൻ ഇങ്ങനെ ഇതാ ഒരു സൈഡ് ഇങ്ങനെ അടിച്ചടിച്ച് ഇങ്ങോട്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ കുറച്ചിപ്പം കാണാനൊരു ഇതായി കേട്ടോ. ഇത് കണ്ട ഫുള്ള് കറുപ്പ് കളറാണ്. അതെന്തുകൊണ്ടാണെന്ന് അറിയില്ല, വെള്ളം കെട്ടി നിൽക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. തേപ്പിൻ്റെ പ്രശ്നം, വാർപ്പിൻ്റെ പ്രശ്നം അങ്ങനെയെല്ലാം പറയുന്നുണ്ട്. പക്ഷേ മുകളിൽ അങ്ങനെ വെള്ളമൊന്നുമില്ല കേട്ടോ. പിന്നെ ഞാൻ ബാഗെല്ലാം കൊണ്ടുവച്ചിട്ട് വന്നിട്ട് ഇതാ അമ്മേൻ്റെ ഒപ്പം അമ്മേനെ അടക്കിയിരിക്കാൻ സഹായിക്കുമെന്ന്. എനിക്ക് അങ്ങനെ അറിയൊന്നുമില്ല, എന്നാലും എനിക്ക് പറ്റുന്ന പോലെ ഞാൻ കത്തിയും അത് ഇതെല്ലാം എടുത്തിട്ട് അമ്മേനെ സഹായിച്ചിട്ടുണ്ട്. അങ്ങനെ പിന്നെ ഫുഡെല്ലാം കഴിച്ച് ട്യൂഷനെല്ലാം കഴിഞ്ഞ് ഇതിപ്പം വൈകുന്നേരം ആയിട്ടുണ്ട്. പയ്യന്നൂർ പോകാൻ റെഡിയായി കേട്ടോ. അപ്പോൾ അച്ഛനും മക്കളും നേരത്തെ റെഡി ആയിട്ടുണ്ട്. എനക്കാണെങ്കിൽ ട്യൂഷൻ കഴിഞ്ഞിട്ടാകുമ്പോൾ റെഡി ആവാൻ പറ്റുമല്ലോ. അപ്പോൾ സാധാരണ ഞാൻ റെഡിയായിട്ട് ഇവരെ വെയിറ്റ് ചെയ്യലാണ്. ഇപ്രാവശ്യം നേരെ തിരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മളെ മുത്തു ഉണ്ട് വണ്ടിയിൽ. മുത്തു ട്യൂഷന് വന്നതാണ്. അപ്പോൾ പോകുന്ന വഴിയിൽ ഓളയാടെ ഇറക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഓളയും കൂടെ വണ്ടിയിൽ കയറ്റിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ നമ്മളിതാ പോവുകയാണ് കേട്ടോ. അപ്പം നന്ദു വേഗം മുന്നിലവിടെ സ്ഥാനം പിടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഇപ്രാവശ്യം ബേക്കിലേക്കായിട്ടുണ്ട്. അങ്ങനെ പിന്നെ മുത്തിനെ നമ്മളവിടെ ഇറക്കിയിട്ട് നമ്മൾ പോവുകയാണേ. പിന്നെ പെട്ടെന്ന് വെറുതെ പോകുന്നതാണ്. പിന്നെ നമ്മളവിടെ പയ്യന്നൂർ അമ്പലത്തിൽ ആരാധന തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ആരാധന ഇപ്പം ഞാൻ ഈ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ ആരാധന തുടങ്ങി. ശരിക്കും നമ്മൾ ആരാധന തുടങ്ങുന്നതിൻ്റെ തലേ ദിവസമാണ് പയ്യന്നൂരേക്ക് പോയത്. അപ്പോൾ ദേവൂട്ടിയാണെങ്കിൽ ഇതാ കണ്ണടയെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതൊന്നും ഞാൻ കണ്ടിട്ടേ ഉണ്ടായിട്ടില്ല. വണ്ടിയിൽ നിന്ന് കണ്ണട എടുത്ത് വെക്കുമ്പോഴാണ് ഞാൻ കണ്ടത്. അങ്ങനെ കണ്ണടയെല്ലാം വെച്ച് നല്ല ലുക്കിൽ ദേവൂട്ടി ഇരിക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ വീഡിയോ എടുക്കുന്നതിന് അങ്ങനെ ഇഷ്ടമല്ല, എന്നാലും അന്ന് വലിയ കുഴപ്പം ഉണ്ടായിട്ടില്ല കേട്ടോ. ഇല്ലെങ്കിൽ കരയുമെല്ലാം ചെയ്യും വീഡിയോ എടുക്കുമ്പോൾ. ഞാനിങ്ങനെ ഓരോ ദിവസവും വിചാരിക്കും കേട്ടോ, പിന്നെ വീഡിയോ എടുക്കണം, ചാനൽ കുറച്ചും കൂടെ ആക്റ്റീവ് ആക്കണം, അങ്ങനെയുള്ളതൊക്കെ മനസ്സിൽ ആഗ്രഹമുണ്ട്. പക്ഷേ അതെന്തോ ചെയ്യാനുള്ളൊരു ഇത് വരുന്നില്ല കേട്ടോ. നമുക്കൊരു താല്പര്യം വരണ്ടേ, എന്നാലെല്ലാം എല്ലാം ചെയ്യാൻ പറ്റുമല്ലോ. ആ ഒരു താല്പര്യം വരുന്നില്ല. പിന്നെ ഇതെന്തോ എനിക്കിങ്ങനെ അതിൻ്റെ തലേന്നും കൂടി എൻ്റെ ഒരു ഫ്രണ്ട് വിളിച്ചിട്ട് ഇങ്ങനെ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം ഞാൻ പറഞ്ഞു പിന്നെ എല്ലാം ഞാനിത് ഒറ്റയ്ക്ക് തന്നെ ചെയ്യണ്ടേ, പിന്നെ വീഡിയോ എടുക്കുന്നതും ഞാൻ എടുത്തു തരാൻ ആരുമില്ല, പിന്നെ എന്തെങ്കിലും എന്നെ തന്നെയല്ലേ ഞാനീ കാണിക്കേണ്ടത്, ഞാനിങ്ങനെ വെറുതെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കണം,
പിന്നെ എഡിറ്റ് ചെയ്യേണ്ടത് ഞാൻ. അങ്ങനെയെല്ലാം പറഞ്ഞിട്ട് എൻ്റെ ഫ്രണ്ട് പറഞ്ഞു, നീ പയ്യന്നൂരേക്കെല്ലാം വരുമ്പം എന്നെ വിളിച്ചോ, പിന്നെ ഞാൻ എടുത്തു തരാം നിനക്ക് വീഡിയോ എന്നെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെയെല്ലാം കേൾക്കുമ്പോൾ ഒരു സന്തോഷം. പിന്നെ 1-2 ഫ്രണ്ട്സുകളായാലും നമ്മളെ വിശേഷങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നോക്കിയിരിക്കുന്നുണ്ടല്ലോ, അതും ഒരു സന്തോഷമാണ് കേട്ടോ. പിന്നെ ഞാൻ വിചാരിക്കും ഇങ്ങനെ ഇട്ട് വെച്ചാൽ നമുക്കതൊരു പിന്നെ ഒരു മെമ്മറി തന്നെയല്ലേ എടുത്ത് നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തായാലും വീഡിയോയിലിപ്പം ഒന്നാമത് ഫോണ് ഭയങ്കര പ്രശ്നമാണ് കേട്ടോ. ഫോണ് വീണിട്ട് ഫോണിന് ഭയങ്കര പ്രശ്നമാണ്. അതും ഒരു മെയിൻ കാരണമാണ്. അത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിട്ടില്ല അല്ലേ, അതും ഒരു മെയിൻ കാരണമാണ്. അതുകൊണ്ടാണ് ഞാൻ വീഡിയോ എടുക്കാത്തത്. ഞാൻ വലിയ കാര്യത്തിൽ വീഡിയോയിൽ എടുത്ത് വെച്ചിട്ട് എഡിറ്റ് ചെയ്യാൻ നോക്കുമ്പോഴത്തേക്ക് എൻ്റെ ഫോണിന് പണി കിട്ടും. അതാണ് ഒന്നാമത് എനിക്ക് മടുപ്പ് വരുന്ന കാര്യം. അങ്ങനെ പിന്നെ നമ്മൾ കുറച്ച് ഇങ്ങോട്ട് എവിടെയാ ചുടൽ എത്തുന്നതിന് മുന്നേ കുപ്പം കഴിഞ്ഞിട്ടാകുമ്പം ഒരു ചായക്കട കണ്ടേരം നമ്മൾ ആടെ നിർത്തിയിട്ട് ഇതാ മക്കൾക്ക് എന്തെങ്കിലും ചായ വാങ്ങിക്കൊടുക്കാൻ വേണ്ടി കയറിയിട്ടുണ്ട്. അപ്പോൾ രണ്ടാളും പറഞ്ഞു ജ്യൂസ് മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഒരാൾക്ക് പൈനാപ്പിൾ ജ്യൂസും ഒരാൾക്ക് ഓറഞ്ച് ജ്യൂസും വാങ്ങിക്കൊടുത്തു. പൃഥ്വിയേട്ടനൊരു ചായയും വാങ്ങി, പിന്നെ ഞാനൊരു കോഫിയും വാങ്ങി. പിന്നെ അവരെല്ലാം പഴംപൊരി. ഞാൻ പിന്നെ അറിയാമല്ലോ അവിടെ പോയാലും പരിപ്പ് വട വിട്ടിട്ടൊരു കളിയില്ല. പക്ഷേ സത്യം പറയാലോ ഒരു ടേസ്റ്റും ഉണ്ടായില്ല കേട്ടോ ആ പരിപ്പ് വട. പിന്നെ ഇതാ വണ്ടി കയറിയിട്ട് ആടുന്ന് വണ്ടി കയറി വണ്ടി വിടുമ്പോഴാണ് ഞാനൊരു കാര്യം ശ്രദ്ധിച്ചത്. ഞാനും പൃഥ്വിയേട്ടനും മാച്ചിങ് ആയിരുന്നു കേട്ടോ ഡ്രസ്സ്. രണ്ടാളും ബ്ലാക്കും വൈറ്റും ഉള്ള ഡ്രസ്സാണ് ഇട്ടിട്ടുണ്ടായി. വീട്ടിൽ നിന്നൊന്നും ഞാനത് ശ്രദ്ധിച്ചിട്ടുണ്ടായിട്ടില്ല. പൃഥ്വിയേട്ടൻ നേരത്തെ റെഡി ആയിട്ടുണ്ടായിന്. അപ്പം ഞാനും പെട്ടെന്ന് എൻ്റെ പെട്ടെന്ന് കൈമ കിട്ടിയതല്ല, പുതിയ ടോപ്പാണ് കേട്ടോ അത്. അപ്പം ഞാൻ വിചാരിച്ചു അത് എടുത്തിടാണ്. അങ്ങനെ ഇപ്പം ആ സമയത്താണ് ഞാനത് ശ്രദ്ധിച്ചിട്ടുണ്ടായത് കേട്ടോ. പിന്നെ ഇതാ ദേവൂട്ടി വണ്ടി കിടന്നിട്ടുണ്ട്. അപ്പോൾ ദേവൂട്ടി കന്നഡ മാത്രമല്ല, ഇതൊരു ചീർപ്പിൻ്റെ ഒരു കഷ്ണം കൂടി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അവളെ കൈമല അതാ ഒരു ചീർപ്പിൻ്റെ കഷ്ണം. എന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ വന്നിട്ട് എനിക്ക് മുടി വാരി തന്നിട്ട് പറഞ്ഞു ഇത് വണ്ടിയിൽ നിന്ന് മുടി വാരാൻ വേണ്ടിയിട്ട് എടുത്തതാണെന്ന്. അപ്പോൾ ഇപ്പം എന്തോ ഒരു ദേഷ്യം വന്നിട്ടാണ് കിടക്കുന്നത്. അതുകൊണ്ട് ഞാൻ വീഡിയോ എടുക്കുമ്പോൾ എടുക്കണ്ടെന്നെല്ലാം പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ഏകദേശം പയ്യന്നൂരെല്ലാം എത്താനായിട്ടുണ്ട്. ഇപ്പം കുറേ സ്ഥലങ്ങളിലെല്ലാം റോഡ് പണി കഴിഞ്ഞിട്ട് നല്ല റോഡായതുകൊണ്ട് തന്നെ പെട്ടെന്ന് എത്തുന്നുണ്ട് കേട്ടോ. ഏകദേശം 1 മണിക്കൂറും ഒരു 10 മിനിറ്റ് കൊണ്ടെല്ലാം നമുക്ക് പയ്യന്നൂരേക്ക് എത്താൻ പറ്റുന്നുണ്ട്. വേറെ അങ്ങനെ വലിയ ബ്ലോക്കൊന്നും ഇല്ലെങ്കിൽ. എന്താ വെച്ചാൽ നമ്മൾ പയ്യന്നൂരിൽ നിന്ന് തിരിച്ച് വരുമ്പം പിറ്റേ ദിവസം തിരിച്ച് വരുമ്പോൾ നമ്മൾ പെട്ടെന്ന് എത്തിയിട്ടുണ്ടായിരുന്നു. എനിക്കൊന്ന് 1 മണിക്കൂറും ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് കൊണ്ട് തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു. രാവിലെ ആയതുകൊണ്ട് തന്നെ വലിയ വണ്ടിയും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് എത്താനായിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ ഇതവിടെ എത്തിയ പെരുമ്പപ്പാലം. നമ്മൾ ഇടയ്ക്ക് ചായ കുടിക്കാനെല്ലാം നിർത്തിയതുകൊണ്ട് കുറച്ച് സമയം വൈകി. അങ്ങനെ പയ്യന്നൂർ എത്താനായിട്ടുണ്ട് ഏകദേശം. അപ്പോൾ അമ്മയും അപ്പൂട്ടനെ ഹോസ്പിറ്റലിൽ കാണിക്കാൻ പയ്യന്നൂർ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിനെ. എന്തായാലും പിന്നെ അവർ പയ്യന്നൂരുണ്ടല്ലോ, അപ്പോൾ നമുക്ക് ഒരുമിച്ച് പോകാമല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മളിങ്ങനെ അവരെ വെയിറ്റ് ചെയ്തിരിക്കലാണ് പയ്യന്നൂർ. അപ്പോൾ അമ്മേൻ്റെ ഫോണ് കേടായതുകൊണ്ട് അവരതും കൂടെ നന്നാക്കാൻ പോയിട്ട് കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട് അതിനെത്താൻ. വിളിച്ചിട്ട് നമുക്ക് കിട്ടുന്നും ഉണ്ടായിട്ടില്ല. ലാസ്റ്റ് നമ്മളിനി അവരെ ഓട്ടോക്ക് വരട്ടെ നമുക്ക് വീട്ടിൽ പോകാമെന്ന് വിചാരിച്ചിട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്കുണ്ട് അമ്മ വിളിക്കുന്നു, ഫോണ് ശരിയായി, പിന്നെ ഇന്ന സ്ഥലത്ത് നിൽക്ക് നമ്മൾ അങ്ങോട്ടേക്ക് വരാമെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ പിന്നെ എന്തായാലും ഇതാ അവരും വണ്ടിയിൽ കയറിയിട്ടുണ്ട്. പിന്നെ നമ്മൾ ആ വഴിയാണല്ലോ പോകുന്നത്. അങ്ങനെ പിന്നെ ഒരുമിച്ച് പോകാമെന്ന് വിചാരിച്ചു. കറക്റ്റ് ഗേറ്റിൻ്റെ അടുക്ക് എത്തുമ്പോഴത്തേക്ക് ഗേറ്റ് അടക്കുന്നുണ്ട്. അതിനങ്ങനെ പിന്നെ നമ്മൾ പെട്ടെന്ന് ഹോണടിച്ച് ഇതാ ഗേറ്റ് അടക്കുന്നതിന് മുന്നേ അപ്പുറത്തേക്ക് കടന്ന് കിട്ടിയിട്ടുണ്ട്. ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ കുറേ സമയത്തേക്ക് അവിടെ പോസ്റ്റാവും. പിന്നെ ഇടയ്ക്കൊരു ചായക്കടയിൽ കയറിയിട്ട് കുറച്ച് സ്നാക്സ് എല്ലാം വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ എല്ലാം എടുത്തിതാ നമ്മൾ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. വണ്ടി അപ്പുറത്തെ വീട്ടിലാണ് കേട്ടോ പാർക്ക് ചെയ്യൽ. വീട്ടിലേക്ക് വണ്ടിയൊന്നും വരില്ല, റോഡൊന്നും ഇല്ലാത്തതുകൊണ്ട്. അപ്പോൾ അമ്മമ്മയും അതിനും കൂടി ഉണ്ട് കേട്ടോ. അമ്മമ്മ പിന്നെ സീരിയൽ കാണലാണ്. അതിനും ഇതാ ട്യൂഷനും എല്ലാം കഴിഞ്ഞിങ്ങനെ വന്നിരിക്കുന്നുണ്ട്. പിന്നെ മക്കളെല്ലാം വേഗം വന്ന് ഡ്രസ്സ് മാറി. അപ്പം നമ്മൾ വരുന്നത് അനു അറിയില്ല. അനു രാവിലെ സ്കൂളിൽ പോയതാണ്. പിന്നെ ട്യൂഷനും കഴിഞ്ഞിട്ടാണ് അനു വന്നത്. അപ്പോൾ അനു ഇതാ വരുമ്പോൾ 2 പപ്സെല്ലാം വാങ്ങിയിട്ടാണ് വന്നിട്ടുണ്ടായിന് അവർക്ക് കഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ എന്തായാലും അത് നമ്മൾ കട്ട് ചെയ്തിട്ട് എല്ലാവർക്കും ഷെയർ ചെയ്തു. ചിക്കൻ പപ്സ് ആയിരുന്നു കേട്ടോ. നല്ല വലുപ്പം ഉണ്ടായിനെ. അതുകൊണ്ട് തന്നെ ഇതാ ഓരോ പീസ് എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട്. അങ്ങനെ പിന്നെ പോയപ്പാട് ഞാനും ഡ്രസ്സെല്ലാം മാറിയിട്ട് ഒരു കഷ്ണം ചിക്കൻ പപ്സ് കഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഡയറ്റൊന്നും ഇല്ലേന്ന് വെച്ചാൽ ഇനിയിപ്പം ഡയറ്റൊന്ന് കൃത്യമായിട്ട് തുടങ്ങണം കേട്ടോ. ഏകദേശം 2 മാസത്തോളം ജിമ്മിൽ പോയിട്ടുണ്ടായിട്ടില്ല. ഞാൻ പറഞ്ഞില്ലേ പൃഥ്വിയേട്ടൻ്റെ ഇതുമെല്ലാം കാര്യമായി. അങ്ങനെ എന്തെങ്കിലും മടിയാണ് കേട്ടോ, മൊത്തത്തിൽ മടിയാണ്. അങ്ങനെ ജിമ്മിലും ഒന്നും പോയിട്ടുണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഡയറ്റും കാര്യമെല്ലാം ആകെ മൊത്തം തെറ്റിക്കിടക്കുമെന്ന്. അതുകൊണ്ട് തന്നെ ഇനി എന്തായാലും തുടങ്ങുന്നത് വരെ അങ്ങനെയൊന്നും നോക്കുന്നില്ല എന്ന് വിചാരിച്ചിട്ട് കിട്ടിയതെല്ലാം എടുത്ത് തിന്നുന്നുണ്ട് കേട്ടോ. ഇത് കിഴങ്ങ് പൊരിച്ചതാണ് നമ്മൾ വരുമ്പോൾ വാങ്ങിയത്. പിന്നെ കുറേ സമയം വർത്താനെല്ലാം പറഞ്ഞിരുന്നത് ഫുഡിൻ്റെ സമയമായാലും പൃഥ്വിയേട്ടന് ചോറ് കൊടുക്കുവാണ്. മുട്ടയുണ്ട്, മീൻകറിയുണ്ട്, സാമ്പാറുണ്ട്.
അത്രയെല്ലാം തന്നെ. പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അച്ഛൻ വന്നു. അച്ഛൻ കൊണ്ടുവന്ന സാധനങ്ങളെല്ലാം എടുത്ത് വെക്കുവാണ്. പിന്നെ പിള്ളേർക്ക് ഇതാ മുട്ടായിയെല്ലാം കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം പിന്നെ ഞാൻ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ. പിന്നെ ഇതാ നമ്മളെ ദേവൂട്ടിക്ക് അന്ന് ഒരു നമ്മളെ ശ്രീകണ്ഠപുരം വിവാ ജ്വല്ലറിക്കാർ ഒരു പുഞ്ചിരി മത്സരം നടത്തിയിട്ടുണ്ടായിനെ, നമ്മളെ ശിശുദിനത്തിനോടനുബന്ധിച്ചിട്ട്. അപ്പം ഞാൻ വെറുതെ ദേവൂട്ടീൻ്റെ ഫോട്ടോയും കൂടെ അയച്ചു കൊടുത്തിട്ടുണ്ടായിന്. അപ്പോൾ അന്നായിരുന്നു അതിൻ്റെ നറുക്കെടുപ്പ്. അപ്പോൾ അതിൽ 3ാം സമ്മാനം കിട്ടിയത് നമ്മളെ ദേവൂട്ടിക്കാണ് കേട്ടോ. അപ്പോൾ ഞാൻ രാത്രി കിടക്കുന്ന വരെ നോക്കിയിട്ടുണ്ടായിന് ഇവർ വീഡിയോ എന്തെങ്കിലും ഇട്ടിട്ടുണ്ടോയെന്ന്. പക്ഷെ ഒന്നും ഇട്ടിട്ടില്ല. എന്നിട്ട് ഞാൻ കിടന്ന് ഉറങ്ങി ഒരു 10:45 അനിഷ, അനിയൻ്റെ വൈഫുണ്ട്, കോൾ ചെയ്യുന്നത്, ദേവൂട്ടിക്ക് സമ്മാനം ഉണ്ടല്ലോ, കൺഗ്രാറ്റ്സ് പറയണേന്ന് പറഞ്ഞിട്ട്. അങ്ങനെയാണ് എടുത്ത് നോക്കുമ്പോഴത്തേക്ക് നമ്മളെ ദേവൂട്ടിക്ക് പിന്നെ 3rd പ്രൈസ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നറുക്കെടുത്തിട്ടാണേ. അപ്പോൾ ചെറിയൊരു ഭാഗ്യം എവിടെയും ഉണ്ട് അല്ലേ. അപ്പോൾ എന്തായാലും ഭയങ്കര സന്തോഷമായി. അപ്പോൾ അന്നേരം തന്നെ ഉറങ്ങിക്കിടക്കുന്ന പൃഥ്വിയേട്ടനെല്ലാം വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, അച്ഛനോടും അമ്മയോടെല്ലാം പറഞ്ഞു. ദേവൂട്ടിയോട് രാവിലെയാണേ പറഞ്ഞിട്ടുണ്ടായിന്. അപ്പോൾ എന്തായാലും അന്ന് ആ സന്തോഷത്തോടെ കിടന്നുറങ്ങി. പിന്നെ അങ്ങനെ വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായിട്ടില്ല കേട്ടോ. ഇനിയിപ്പം ദേവൂട്ടിൻ്റെ ഗിഫ്റ്റെല്ലാം വാങ്ങാൻ വേണ്ടിയിട്ട് പോകണത്രേ. അത് പോയിട്ടാകുമ്പം എന്താ ഗിഫ്റ്റ് എന്നെല്ലാം ഞാൻ കാണിച്ചു തരാം കേട്ടോ.